ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 21 മുതൽ 28 വരെ, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 12 മണി വരെയാണ് നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും ഓൾറെഡി ചോയ്സ് ഫില്ല് ചെയ്തവരായിരിക്കാം, ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കോമൺ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ചില കാര്യങ്ങൾ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നല്ലൊരു മാർക്കും റാങ്കും ഉണ്ടെന്ന് കരുതി മാത്രം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. അതിന് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വളരെ കൃത്യമായ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓൾറെഡി ചോയ്സ് ഫില്ല് ചെയ്ത് സേവ് ചെയ്തിട്ടുള്ളവരായാൽ പോലും നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 12 മണി വരെ അത് ചേഞ്ച് വരുത്താനൊക്കെ ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിലും ഒരാൾക്കോ രണ്ടു പേർക്കോ എങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ വിഷമിക്കുന്നതിനെക്കാട്ടും നമ്മൾ ഇപ്പോഴേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് അലോട്ട്മെൻറ്റുകൾ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് MBBS, BDS, BS നഴ്സിംഗ് ഈ ഒരു 3 കോഴ്സുകൾക്കാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. എന്നോട് ചിലർ ചോദിച്ച ഡൗട്ടാണ് ഈ ഒരു BAMS, BUMS, BHMS, അതായത് ഹോമിയോ, സിദ്ധ, യുനാനി, ആയുർവേദ പോലുള്ള കോഴ്സുകൾക്ക് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ, അതായത് BAMS, BUMS, BHMS ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ എന്താണ്, ആയുഷിൻ്റെ കീഴിലുള്ള കോഴ്സുകളാണ്. ഈ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ ആയുഷിൻ്റെ കൗൺസിലിംഗ് വെബ്സൈറ്റിൽ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അല്ലാതെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴിയല്ല ഇത്തരം കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴി നമുക്ക് MBBS, BDS, BS നഴ്സിംഗ് ഈ ഒരു 3 കോഴ്സുകൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. ലാസ്റ്റ് ഇയർ ജനറൽ OBC കാറ്റഗറിയിൽ ഏകദേശം 25,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് വന്ന കുട്ടിക്ക് ഗവൺമെൻറ് MBBS അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ EWC കാറ്റഗറിയിലാണെങ്കിൽ ഏകദേശം 28,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് വന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ SC കാറ്റഗറിയിലാകുമ്പോൾ 1,37,000 വരെയും, ST കാറ്റഗറിയിലാണെങ്കിൽ 1,68,000 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ESI IP വാർഡിലുള്ളവർക്ക് 70,000 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ MBBSന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് BDSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 70,000 വരെ ആയിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ BS നഴ്സിംഗിന് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ റാങ്ക് ഉള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. എന്താണ് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ? ഇപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 9 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു വർഷത്തിൽ 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ഫീസ് അടയ്ക്കാൻ പറ്റുമെങ്കിൽ MBBSനും 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ നമുക്ക് വാർഷിക ഫീ അടച്ചുകൊണ്ട് BDSനും ഈ ഒരു ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ പറ്റും. പിന്നെ ഈ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മിനിമം കട്ട് ഓഫ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും MBBSനൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സീറ്റുകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളോ ഡെന്തൽ കോളേജുകളോ ഒന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഡെന്തൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ കേരള അലോട്ട്മെൻറ്റ് വഴി നമുക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള സ്റ്റേറ്റുകളിലെ സെൽഫ് ഫിനാൻസിങ് MBBS, BDS സീറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇനി ചോയ്സ് ഫില്ലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡൊക്കെ അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്തു. അപ്പോൾ ആ ഓപ്പൺ ആവുന്ന പേജിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിലുള്ള ഓപ്ഷൻ കാണും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, അൺലോക്കിംഗ് എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കതിൽ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്ത് നമുക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ പറ്റും. ഏകദേശം 482ഓളം ചോയ്സുകളാണ് നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചോയ്സ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കഫേയിലോ അക്ഷയ സെൻറ്ററിലോ പോയിട്ട് വേണമെങ്കിലും ഈ ഒരു ചോയ്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ കഴിഞ്ഞ വർഷം ജനറൽ OBC കാറ്റഗറിക്ക് 25,000 വരെയാണ് MBBS കിട്ടിയത്, അല്ലെങ്കിൽ EWSന് 28,000 വരെയാണ് MBBS കിട്ടിയത്. എനിക്ക് എൻ്റെ റാങ്ക് ഇതിനെക്കാട്ടി വളരെ കൂടുതലാണ്, അതുകൊണ്ടിട്ട് എനിക്ക് MBBS കിട്ടാൻ സാധ്യതയില്ല, അപ്പോൾ ഞാൻ MBBS വെക്കേണ്ട എന്നൊരിക്കലും വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയായാലും, നിങ്ങളുടെ റാങ്ക് എത്രയായാലും നിങ്ങൾ വെക്കുമ്പോൾ എല്ലാ കോഴ്സുകളും, നമുക്ക് ഏതൊക്കെ കോഴ്സ് വെക്കാൻ പറ്റുമോ എല്ലാ കോഴ്സുകളും വെക്കുക. മാക്സിമം കോളേജുകൾ, മാക്സിമം ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള കോളേജുകൾ ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് ഈ ഒരു ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈമിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു രീതിയിലും പിശുക്ക് കാണിക്കരുത്. നിങ്ങൾക്ക് മാക്സിമം ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ചിലരുണ്ട്, എനിക്കിപ്പോൾ 50K ആണ് എൻ്റെ റാങ്ക്, കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏകദേശം ഒരു 10 കോളേജിലൊക്കെ എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു 10 കോളേജ് മാത്രമേ വെക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും.
അങ്ങനെ വെക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ സംഭവിക്കണമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. വലിയ ചേഞ്ച് വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ടിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് എത്ര മാർക്ക് ആയിക്കോട്ടെ, എത്ര റാങ്ക് ആയിക്കോട്ടെ, ഏറ്റവും ടോപ്പായിട്ടുള്ള നിങ്ങൾക്ക് പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള കോളേജുകൾ തന്നെയായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് വെക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് കോളേജുകൾ ഫസ്റ്റ് വെക്കും, അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റത്തെ കോളേജുകൾ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ടോപ്പായിട്ടുള്ള കോളേജുകൾ വേണം നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്യാൻ. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സാധ്യതയുള്ള കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് താഴോട്ട് പിന്നെയുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് പോകാൻ പറ്റും, പോയി പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കോളേജുകൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജുകൾ, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത കോളേജുകൾ ഒരിക്കലും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. പലരും ഈ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് എല്ലാ കോളേജും അങ്ങ് ഇഷ്ടം പോലെ തോന്നുന്ന രീതിയിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ചിലപ്പം ഒരു കോളേജ് അലോട്ട് ആയതിനു ശേഷമായിരിക്കും, അയ്യോ ഈ ഒരു കോളേജ് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല, അപ്പം നിങ്ങൾക്ക് വളരെ ദൂരെയുള്ള ഒരു കോളേജൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകൾ മാത്രം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത കോളേജുകൾ, അഥവാ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പോവില്ല എന്നുള്ള കോളേജുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ സാധ്യതയല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജുകൾ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പലർക്കും അശ്രദ്ധ മൂലം പറ്റാവുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഫസ്റ്റ് MBBS ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ MBBS ടോപ്പായിട്ടുള്ള എയിംസ്, ജിപ്മർ, മെഡിക്കൽ കോളേജുകളെല്ലാം ഇങ്ങനെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ കേരളത്തിലെ കോളേജുകൾ ആഡ് ചെയ്യാം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന. അപ്പോൾ അതുപോലെ എല്ലാ സ്റ്റേറ്റിലെയും നമുക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം ആയിരിക്കും നമ്മൾ BDS, ചിലപ്പോൾ BS നേഴ്സിംഗ് ആയിരിക്കും ചിലർക്ക് BDSനെക്കാട്ടി താല്പര്യം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, MBBS കഴിഞ്ഞിട്ട് BS നേഴ്സിംഗ് കോളേജുകൾ ആഡ് ചെയ്തതിന് ശേഷം BDS കോഴ്സുകൾ ആഡ് ചെയ്യും. ചിലർക്ക് BDS ആയിരിക്കും താല്പര്യം. അതൊക്കെ നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യണം. ഫസ്റ്റ് എന്തായാലും എല്ലാവരും MBBS ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ സെയിം കോളേജിൽ തന്നെ MBBS, BDS, BS നേഴ്സിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. നമ്മൾ കോളേജിൻ്റെ പേര് മാത്രം നോക്കരുത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോഴ്സ്, ആ ഒരു പ്രോഗ്രാം നെയിം എന്ന് കൊടുത്തിരിക്കും, അവിടെ MBBS ആണ് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അത് MBBS അല്ലാതെ ഇപ്പോൾ BDS വല്ലതും ആയിപ്പോയാൽ നമുക്ക് എന്താ, അലോട്ട്മെൻറ്റ് വരുമ്പോൾ BDSനായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഫില്ലിങ്ങിൻ്റെ സമയത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും നമ്മുടെ സീറ്റ് നഷ്ടപ്പെടാൻ ചിലപ്പം കാരണമായേക്കാം. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോഗ്രാം നെയിം അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് MBBS ആണ് എന്നുള്ളത് 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സേവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോളേജിൻ്റെ ലിസ്റ്റൊക്കെ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ കോളേജാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പോകാൻ താല്പര്യമുള്ള കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും ആഡ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുക. പിന്നെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് വയ്ക്കുക. നമുക്ക് 28-ാം തീയതി രാത്രി 12 മണി വരെ ടൈമുണ്ട്. അതിനിടയിൽ നമുക്ക് എപ്പോഴും വേണോ വീണ്ടും ലോഗിൻ ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം, ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 28-ാം തീയതി രാത്രി 12 മണി വരെ ഇതിനുള്ള സമയം നമുക്കുണ്ട്. നിങ്ങൾ എപ്പോഴാണോ അവസാനമായിട്ട് ആ ഒരു ചേഞ്ച് വരുത്തിയത് അതിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ട് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക. എന്തിനെന്ന് വെച്ചാൽ 28-ാം തീയതി കഴിഞ്ഞ് 29-ാം തീയതി 30-ാം തീയതി ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പ്രൊവിഷണൽ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം 10 മണി വരെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞൊരു കുട്ടിക്ക് നിങ്ങൾക്ക് കിട്ടിയ കോളേജിനേക്കാൾ നല്ലൊരു കോളേജ് കിട്ടി, നിങ്ങൾ ആ കോളേജ് ആഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്കത് കിട്ടിയില്ല, പക്ഷെ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞൊരു കുട്ടിക്ക് അത് കിട്ടി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് നമുക്ക് പിറ്റേ ദിവസം 10 മണി വരെ ഉള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഉള്ള മിസ്റ്റേക്കുകൾ തിരുത്തിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം, അതായത് 31-ാം തീയതി ആയിരിക്കും നമ്മുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ മുന്നിലുള്ള കുട്ടിക്ക്, അതായത് നമുക്കിപ്പോൾ 430 മാർക്ക് ഉണ്ടെങ്കിൽ 431 മാർക്ക് കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഓപ്ഷൻസ് അവർ പരിഗണിക്കത്ത് പോലും ഉള്ളൂ. ഇപ്പം നമ്മൾ മുന്നേ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചില കോളേജുകൾ മുന്നേ കൊണ്ട് വെച്ചത് കൊണ്ടോ ഒന്നും അതിൽ ചേഞ്ച് വരുന്നില്ല. നമ്മുടെ മുന്നിലുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഓപ്ഷൻസ് അവർ പരിഗണിക്കത്തുള്ളൂ. 31 അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാൽ പിന്നെയുള്ള ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 6 വരെ നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ പോയി അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 12 കൂടി നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ തന്നെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഇതുപോലെ നമുക്ക് ടൈം തരും ചോയ്സ് ഫില്ല് ചെയ്യാനും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ടൈം തരും. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ കോട്ടയിൽ തേർഡ് റൗണ്ട് വരും, സ്റ്റേ വേക്കൻസി വരും. ഇതിൻ്റെ എല്ലാം തന്നെ ഷെഡ്യൂൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഡേറ്റ് ഒക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാലുടൻ തന്നെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഓൾ ഇന്ത്യ കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം കേരളത്തിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ കേരള അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, മാക്സിമം ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിലും നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതും സാധ്യത ഉള്ളതും പോകാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള എല്ലാ കോളേജുകളും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്ഷൻ ഫില്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോഴ്സ് MBBS തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ അത് സേവ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്ത് വെക്കുക. ആ പ്രിൻ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നമ്മളെ പാരൻസിനെ കൊണ്ടുകൂടി ഒന്ന് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യിക്കുക. പിന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് 28 രാത്രി വരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ അൺലോക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം, എന്തെങ്കിലും കോളേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അവസാനമായിട്ട് സേവ് ചെയ്തതിന് ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കാരണം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നീറ്റ് റിലേറ്റഡ് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.